വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണയുമായി ദീപിക ദിനപത്രം. വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണ്. വഖഫ് നിയമ ഭേദഗതിയെ എംപിമാർ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ട് ദീപിക. മതേതര തലമുറയോട് കണക്ക് പറയേണ്ട ചരിത്രമെന്ന ദീപികയുടെ മുഖപ്രസംഗം. വഖഫ് ചെരുപ്പിനൊപ്പിച്ച് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടി മുടിപ്പിക്കരുതെന്നും ലേഖനത്തിൽ പറയുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ക്രൈസ്തവ സംഘടനകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പിന്തുണയ്ക്കണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നവർ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു വ്യക്തത വരുത്തേണ്ടത് എന്ന് ചോദിച്ചിട്ട് പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ദീപികയുടെ ഭാഗത്ത് നിന്ന് കൂടി വലിയ പിന്തുണയാണ് വഖഫ് ഭേദഗതി ബില്ലിനുണ്ടായിരിക്കുന്നത്, അല്ലേ? ദേവിക, കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും പാർലമെന്റിൽ ഈ വഖഫ് നിയമ ഭേദഗതി ഈ ബില്ല് പരിഗണിക്കുന്ന സമയത്ത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് KCBC പ്രസ്താവന പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെയാണ് സഭയുടെ തന്നെ മുഖപത്രമായിട്ടുള്ള ദീപികയും ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ദീപികയുടെ ഇന്നത്തെ എഡിറ്റോറിയലിലാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണ് എന്ന തലക്കെട്ടോടുകൂടി ഈ ലേഖനം ആരംഭിക്കുന്നത്. ഈ മുനമ്പത്തേതടക്കമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ള 1995 വഖഫ് നിയമത്തിലെ 40ാം അനുച്ഛേദം എടുത്തു മാറ്റുന്നത് അടക്കമുള്ള ഭേദഗതികളുമായിട്ടാണ് പുതിയ ബില്ല് പാർലമെന്റിലേക്ക് വരുന്നത്. ഇതിനെ മുഴുവൻ എംപിമാരും അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾക്ക് മേളിൽ ഇത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഒരു കടന്നുകയറ്റമാണ് ഈ ഒരു വഖഫ് നിയമം കൊണ്ടുണ്ടാകുന്നത്. ജനങ്ങൾക്ക് അവർ പണം നൽകി വാങ്ങിയ ഭൂമി അത് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് അവരുടെ റവന്യൂ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു കടന്നുകയറ്റമാണ് ഈ വഖഫ് നിയമം കൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ പരിഹാരം അത് മുൻപേത് മാത്രമല്ല, രാജ്യത്ത് എവിടെയാണെങ്കിലും ഏത് വിഭാഗം ആളുകളും അനുഭവിക്കുന്ന തരത്തിലുള്ള ആ ദുരിതം പൂർണ്ണമായി തന്നെ മാറ്റുന്നതാവണം ഈ ഭേദഗതി. അതുകൊണ്ട് അത് ഉറപ്പുവരുത്തേണ്ടത് ഈ മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടികളുടെ കടമയാണ്. അതുകൊണ്ട് CPM-ഉം കോൺഗ്രസും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരണമെന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഈ മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ മുന്നണിക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമുണ്ടാവാം, ബില്ലിനെ എതിർക്കുന്ന നിലപാടായിരിക്കാം ഇന്ത്യ മുന്നണി സ്വീകരിക്കുക. എന്നാൽ കേരളത്തിൽ നിന്നുള്ള CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും എംപിമാർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് ഈ മുഖപ്രസംഗം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരട്ട നിലപാട് സ്വീകരിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഇവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുനമ്പത്തെത്തുന്ന സമയത്ത് മുനമ്പത്തിന് അനുകൂലമായിട്ടാണ് കേരളത്തിലെ ഇടതുവലത് മുന്നണികളുടെ നേതാക്കൾ സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ പാർലമെന്റിൽ ഈ ബില്ലിനെ എതിർക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമീപനം ഇനിയും തുടരരുത് എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഈ മുനമ്പത്തെ അനുകൂലിച്ചില്ലെങ്കിൽ പോലും, ഈ വഖഫ് നിയമത്തെ അനുകൂലിച്ചില്ലെങ്കിൽ പോലും ഇത് പാർലമെന്റിൽ പാസ്സാകുമോ എന്നുള്ളൊരു കാര്യം അത് വ്യക്തതയില്ല. എന്നാൽ ഇതിലെ പിന്തുണയില്ലെങ്കിൽ അത് ഒരു ചരിത്രപരമായിട്ട് CPM-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് അതൊരു തിരിച്ചടിയാകും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ അനുകൂലിച്ചില്ലെങ്കിൽ പോലും ബില്ല് പാസ്സാകുമോ എന്നുള്ളൊരു കാര്യം അതിൽ വ്യക്തതയുണ്ട്. എന്നാൽ പോലും CPM ഒപ്പം തന്നെ കോൺഗ്രസും ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ടും ദീപിക മുഖപത്രം ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഇരട്ട നിലപാട് അതിനനുസരിച്ച് വോട്ട് ബാങ്ക് മാറും എന്നുള്ളൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ മുനമ്പം വിഷയം അല്ലെങ്കിൽ വഖഫ് ബില്ലിനെ അനുസരിച്ച് കേരളത്തിൻ്റെ മതേതര മൂല്യത്തെ അടിക്കടി വെട്ടിമുറിക്കരുത് എന്നുള്ളൊരു സൂചന തന്നെയാണ് കൊടുക്കുന്നത്. ഏതായാലും മറിച്ചായിട്ടൊരു ചിന്ത അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇടതു വലത് മുന്നണികൾ പാർലമെന്റിൽ സ്വീകരിക്കുന്നതെങ്കിൽ തങ്ങളുടെ വോട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു പുനർചിന്തന നടത്തേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ദീപിക സൂചിപ്പിക്കുന്നത്. ഏതായാലും വലിയൊരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗം പുറത്തിറങ്ങിയിരിക്കുന്നത്. ദേവിക, KCBC, CBCI അടക്കമുള്ള സംഘടനകൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ദീപിക കൂടി ഇത്തരം പിന്തുണയുമായി രംഗത്തേക്ക് വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് കൃത്യമായ തീരുമാനം എടുത്തല്ലേ മതിയാകൂ? കാരണം നാളെയാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുക. ഇനിയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അജണ്ട അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊരു നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യം കൂടിയാണല്ലോ.
പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രതിനിധി എന്നത് ഹൈബി ഈഡനാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ എം പി പ്രതിനിധി എന്നത് ഹൈബി ഈഡനാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ എം ആണ്. ഈ മുനമ്പത്ത് എത്തുന്ന പല സമയത്ത്, അതായത് ഈ വിഷയമുണ്ടായ ആദ്യഘട്ടങ്ങളിൽ മുതൽ തന്നെ ഹൈബി ഈഡൻ പലതവണ ഇവിടെ വരികയും ഇവിടുത്തെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പാർലമെന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ നിയമ ഭേദഗതിയെ എതിർക്കുന്ന ഒരു സമീപനമാണ് ഹൈബി ഈഡൻ അടക്കമുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കൃത്യമായ ഒരു സൂചന ദീപികയുടെ ഭാഗത്തുനിന്ന് കൂടി നൽകുന്നത്. അതായത് ഈ ഇരട്ട നിലപാട് സ്വീകരിക്കരുത്, മുനമ്പത്തെത്തുമ്പോൾ മുനമ്പത്തെ ജനങ്ങളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുന്നു. എന്നാൽ ഈ പ്രശ്നത്തിനടക്കം കാരണമായിട്ടുള്ള ഒരു കാര്യം ഈ പ്രധാനമായിട്ടും 1995 വഖഫ് നിയമ ഭേദഗതിയും അതിലെ 40-ാം അനുച്ഛേദമാണ്. ആ കാര്യം വളരെയധികം വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഇതിൽ ഒരു ഭേദഗതി കൊണ്ടുവരാനായിട്ട് പാർലമെന്റിൽ ഈ ഇടതു വലത് മുന്നണികളുടെ എംപിമാർ അനുകൂലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാര്യം ഈ ലേഖനത്തിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമി വിറ്റ് ഫാറൂഖ് കോളേജും ഒപ്പം തന്നെ ഭൂമി വാങ്ങിയിട്ടുള്ള അവിടുത്തെ 610 കുടുംബങ്ങളും അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ഭൂമിയാണ്, ഈ ഭൂമി വഖഫല്ല എന്ന് ഫാറൂഖ് കോളേജും പറയുന്നു. എന്നിരുന്നാൽ പോലും ഇത് ഏത് തരത്തിൽ വഖഫിലേക്കാണ് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ വഖഫിലേക്ക് ആണ് എന്നൊരു അവകാശവാദം ഉന്നയിക്കാനായിട്ട് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ 95 വഖഫ് നിയമ ഭേദഗതിയിലെ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്വത്തിൻ്റെ പേരിൽ ഏതെങ്കിലും സമയത്ത് അത് വഖഫാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളിൽ തന്നെ വഖഫായിരിക്കും എന്നുള്ള വഖഫിന് നൽകുന്ന ഒരു പ്രത്യേക അധികാരത്തിൻ്റെ പരിധിയിലാണ് അവർ ഈ മുനമ്പത്തെ ഭൂമിയും തങ്ങളുടേതാണ് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് ഈ ഭേദഗതിയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. മറ്റു തരത്തിലൊന്നും കഴിയില്ല. മാത്രവുമല്ല, ഈ വഖഫിൻ്റെ ട്രൈബ്യൂണലിൽ നൽകുന്ന പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ, ആ അധികാരങ്ങൾ കൂടി എടുത്തു കളയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ തന്നെ ദുരിതമുണ്ടാവും. ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾക്ക് മാത്രമാണെങ്കിൽ അത് രാജ്യവ്യാപകമായി തന്നെ വലിയ രീതിയിൽ ആളുകൾക്ക്, സാധാരണക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഭേദഗതി വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ദീപികയും ഒപ്പം തന്നെ KCBC അടക്കമുള്ള സംഘടനകളും മുന്നോട്ട് വെക്കുന്നത്.